കൊള്ളാം, നീ ഇത്രയും സ്ഥിരതയില്ലാത്തവനാണെന്ന് അറിഞ്ഞില്ല. മുന്നിലിരുന്നു കൊണ്ട് ജേസൺ ചോദിക്കുന്നത് അർജുൻ കേട്ടില്ലെന്ന് നടിച്ചു. ഞങ്ങളൊക്കെ വെറും ഊളന്മാരാണെന്ന് ഒരു വിചാരമുണ്ട് നിനക്ക്. ടോണിയുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നതത്രയും അസംതൃപ്തിയാണ്. ചുറ്റും നിരന്നു നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ പിഴിഞ്ഞു കൊടുത്താൽ കുടിക്കുമെന്നുള്ള ഭാവം. അർജുൻ പക്ഷേ ലെവലേശം ചഞ്ചലപ്പെട്ടില്ല. ഇവരുടെ മുന്നിൽ ഇനി അടിയറവ് പറയരുത്. സ്വയം ഒരു കുഴി കുത്തി അതിൽ മരണം കാത്ത് ഇറങ്ങിക്കിടക്കുന്നതിന് തുല്യമാണെന്ന് അവൻ ഉറപ്പിച്ചു വെച്ചത്. നേരിടാനുള്ളതൊക്കെയും സഹിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇവർക്ക് മുന്നിൽ വന്നു നിൽക്കുന്നതും. നിന്റെ മൂടനുസരിച്ച് ഞങ്ങൾ മാറണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല അർജുൻ. ഒരിക്കൽ ഒഴിഞ്ഞു മാറിപ്പോയ നീ പിന്നെയും ഒരവസരം തേടി വന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല. ഇപ്പോൾ ചെയ്യാനുള്ള മിഷൻ എല്ലാം ഏകദേശം പൂർത്തിയായി. ഇനിയൊരു ഡേറ്റ് മാത്രം ഫിക്സ് ചെയ്താൽ മതിയാകും. ആ സമയത്ത് നീ ഇങ്ങനെ ചെയ്യുന്നത് ചെറ്റത്തരം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ടോണി ഉറഞ്ഞു തുള്ളി. ഞങ്ങൾക്ക് ഇനിയും ആളെ കിട്ടും, പക്ഷേ നിനക്കാണ് നഷ്ടം, അത് ഓർത്തോ നീ? ജേസൺ ഓർമ്മിപ്പിച്ചു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അർജുൻ അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. എന്നെ വിട്ടേക്ക്, അതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. അർജുൻ പറയുമ്പോൾ ടോണി പോരുകോഴിയെപ്പോലെ അവന് മുന്നിൽ ചിറച്ചു നിന്നു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെടാ? നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അർജുൻ ഭാവമാറ്റം ഏതുമില്ലാതെ അവനെ നോക്കി. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ എന്നെ ഇനി നിങ്ങളും പേടിക്കണം ടോണി. കാരണം നിങ്ങളുടെ പ്ലാൻ മുഴുവനും ഇപ്പോൾ എനിക്കും അറിയാം. അർജുൻ ചെറിയൊരു ചിരിയോടെ പറയുമ്പോൾ അവരുടെയെല്ലാം കണ്ണിൽ ഞെട്ടലായിരുന്നു. അർജുൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എനിക്കെതിരെ കളിക്കുമ്പോൾ ഞാനും രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും കരുതി വെക്കണ്ടേ? കാരണം എനിക്കിപ്പോൾ ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അർജുൻ ടോണിയുടെ തോളിൽ തട്ടി. ടോണി ആ കൈകൾ തട്ടിക്കളഞ്ഞു. അവനെ തുറച്ചു നോക്കി. യാതൊരു പ്രകോപനവുമില്ലാതെ ഞാൻ ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിടില്ല, അതോർത്ത് പേടിക്കണ്ട. അർജുൻ, നാശത്തിലേക്കാ നിന്റെ പോക്ക്. ജെയ്സൺ ഓർമ്മിപ്പിച്ചത് അർജുൻ പുച്ഛത്തോടെ തള്ളി. കൂടുതലൊന്നും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. എനിക്ക് മുന്നിൽ തടസ്സമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി അവരെ ഒന്ന് നോക്കിയിട്ട് അർജുൻ തിരിഞ്ഞു നടന്നു. പകയാളുന്ന മനസ്സോടെ അവരെല്ലാം പുതിയ വഴികൾ അന്വേഷിക്കുന്ന തിരക്കിലാണ്. ഞാൻ തിരികെ വരും. കണ്ണൻ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവാത്ത പോലെ സീതയെ ചുറ്റി വരിഞ്ഞു പിടിച്ചു. അവളെ കണ്ട നിമിഷം മുതൽ അത് തന്നെ പറയുകയാണ്. ഉപേക്ഷിച്ചു പോകുകയല്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പോലെ. സീതയ്ക്കും അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ നിന്ന് വിട്ടുമാറാൻ തോന്നിയില്ല. എനിക്കറിയാൻ കണ്ണേട്ടാ. അവൻ ഉത്തരമായി അവളെ ഓർത്ത് വേവലാതിപ്പെടുന്ന ആ നെഞ്ചിൽ സീത ചുണ്ട് ചേർത്തു. എനിക്കെന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു ലച്ചു. ആർദ്രമായ കണ്ണൻ്റെ സ്വരം. സീത അവനിൽ നിന്നും അല്പം മാറിയിരുന്നു. ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ? സീത അവനെ ശാസിച്ചു. എനിക്കറിയില്ല. അവൻ്റെ സ്വരം നേർത്തു. ജോലിയല്ലേ കണ്ണേട്ടാ, വിട്ട് കളയാനൊക്കുമോ? സീത കണ്ണൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. നീ എൻ്റെ കൂടെ വരുന്നോ? അവൻ ചോദിച്ചു. എന്നിട്ടോ? ഹൃദയം ഒരു കരച്ചിൽ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് സീത അറിയുന്നുണ്ട്. പക്ഷെ അവൻ്റെ മുന്നിൽ അത് കാണിക്കാൻ വയ്യ. എൻ്റെ കൂടെ ആവുമല്ലോ, എനിക്കൊന്നും കാണാമല്ലോ. ഒരുപാട് ശത്രുക്കൾക്കിടയിൽ ഇട്ടിട്ട് പോയെന്നുള്ള കുറ്റബോധം ഉണ്ടാവില്ലല്ലോ എനിക്ക്. നിന്നെ ഓർത്തിട്ട് ഉരുക്കി തീരേണ്ടി വരില്ലല്ലോ. വീണ്ടും സീതയെ പിടിച്ചു വലിച്ചവൻ നെഞ്ചിലേക്കിട്ടു. പോവരുതേ എന്ന് പറയണമെന്നും എന്നും ഈ നെഞ്ചിൻ്റെ ചൂടിൽ എല്ലാം മറന്നിരിക്കാനും അവൾക്കും അന്നേരം വല്ലാത്ത കൊതി തോന്നി. സൂക്ഷിക്കണം, കണ്ണൻ പറയുമ്പോൾ സീത മൂളി. ഒരാഴ്ച വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ? എനിക്കെന്തോ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ. കണ്ണൻ്റെ ചുണ്ടുകൾ സീതയുടെ നെറുകിൽ പതിഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടാ. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു മുന്നേയും. അന്നും എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. സീത ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അന്ന് നീ എൻ്റെ ആരുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ശത്രുക്കളും ഇല്ലായിരുന്നു. വെറുതെ വേണ്ടാത്തതൊന്നും ആലോചിച്ച് ടെൻഷൻ കൂട്ടണ്ട. ധൈര്യമായിട്ട് പോയിട്ട് വായു. സീതാലക്ഷ്മി സ്ട്രോങ് ആണ് മാൻ. അവൾ ചിരിയോടെ കൈയുയർത്തി കാണിച്ചു. കണ്ണനും ചിരി വന്നിരുന്നു അവളെ നോക്കിയപ്പോൾ. ഇവിടെ ആരെന്ത് പറഞ്ഞാലും നിസ്സാരമായി കാണരുത്. ആദിയോടോ സിദ്ധുവിനോടോ പറയണം, കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു. സീത മൂളി. അവരോട് ഞാനും പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കാൻ. പക്ഷേ നീ വേണം കൂടുതൽ അലേർട്ടായിരിക്കാൻ. ഞാനില്ലെന്ന് കരുതി അവരോട് പോയി കൊമ്പ് കോർക്കാൻ നിൽക്കരുത്. എന്തോന്ന് കൂം? എല്ലാം മൂളി കേട്ടിട്ട് ഒടുവിൽ പോയി പുലിവാല പിടിച്ച് കിടന്ന് നിലവിളിച്ച ഞാനില്ല ഇവിടെ കേൾക്കാൻ. മനസ്സിലായോ?
കണ്ണൻ അവളുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തു. സീത അവനെ തന്നെ നോക്കിയിരുന്നു ആ ഒരു നിമിഷം. എനിക്ക് എനിക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ലടേ. കണ്ണൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. എനിക്കും. സീത നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഇതൊക്കെ കൊണ്ടുപോവാനുള്ളതാണോ? കിടക്കയിൽ അവൻ എടുത്തു വെച്ച ഡ്രസ്സിലേക്ക് വിരൽ ചൂണ്ടി സീത ചോദിച്ചു. കണ്ണൻ അവളെ നോക്കി. സൈഡിൽ കിടന്ന ബാഗ് വലിച്ചെടുത്തുകൊണ്ട് അവൻ സീതയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അവൾ ഓരോന്നും വൃത്തിയായി അതിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തു. ഇവിടെ എല്ലാവരും അറിഞ്ഞോ കണ്ണേട്ടാ, കണ്ണേട്ടൻ പോകുന്നത്? സീത ചോദിച്ചു. റിമി വരുന്നുണ്ടോ കൂടെ? ഉള്ളിലെ പതർച്ച മുഖത്ത് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സീത ചോദിച്ചത്. അവളോട് ഞാനും ചോദിച്ചു. അവൾ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ 4 ദിവസം കൊണ്ടിങ്ങ് വരുമല്ലോ. അവൾ ഒരാഴ്ച കൂടെ ഇവിടെ ഉണ്ടാകൂ, കണ്ണൻ പറഞ്ഞു. സീതയുടെ ഉള്ളിൽ വീണ്ടും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒന്നാമതേ തൻ്റെ കാര്യങ്ങൾ ഓർത്ത് പോവാൻ കണ്ണൻ ഒട്ടും മനസ്സില്ല. അങ്ങനെയുള്ള അവനോട് റിമിയുടെ കാര്യം കൂടി പറയാൻ സീതയ്ക്ക് വയ്യായിരുന്നു. വീണ്ടും ആ മനസ്സ് വേദനിക്കും. അത് കാണാൻ ഒട്ടും വയ്യ. എപ്പോഴാ ഫ്ലൈറ്റ്? സീത ഡ്രസ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ബാഗ് അടച്ചുകൊണ്ട് ചോദിച്ചു. രാത്രി 7-ന്. അവിടെ ചെന്ന് ഓരോന്നോർത്ത് ഉഴപ്പ് കാണിക്കരുത്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കണ്ണേട്ടന് അറിയാലോ, ജീവൻ വെച്ചുള്ള കളിയാണ്. ഇത്രയും കാലം ഡോക്ടർ കിരൺ വർമ്മ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് നശിപ്പിക്കാൻ ഇടവരുത്തരുത്. കയ്യിൽ തലതാങ്ങി കുനിഞ്ഞിരിക്കുന്നവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് സീത പറഞ്ഞു. എൻ്റെ ജീവൻ ഇവിടെ ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. അവൻ്റെ സ്വരം നേർത്തു. ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിരിക്കണം. പെട്ടെന്ന് തിരിച്ചു വരണം. ഞാൻ കാത്തിരിക്കും. കിരൺ വർമ്മയുടെ ഭാര്യയായി കാത്തിരിക്കും. സീത അവൻ്റെ തോളിലേക്ക് ചാരി. അവൾക്ക് വീണ്ടും വീണ്ടും ഹൃദയം വേദനിച്ചു. വിട്ടിട്ട് പോവരുതെന്ന് ഹൃദയം കേഴുന്നത് കണ്ടില്ലെന്ന് നടിക്കാനേ ആവൂ. അവൻ ഏറെ കൊതിച്ചു നേടിയ ജോലിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ അംഗീകാരമാണ്. ഒന്നിനും വേണ്ടി അതില്ലാതെയാക്കാൻ തോന്നിയില്ല. മുഖം അമർത്തി തുടച്ചുകൊണ്ട് സീത നോക്കുമ്പോൾ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് കണ്ണൻ. എന്തേ? അവൻ്റെ നോട്ടം കണ്ടിട്ട് അവൾ ചോദിച്ചു. നീയിപ്പോൾ എന്താ പറഞ്ഞേ? അവൻ കിടക്കയിലേക്ക് കാൽ കയറ്റി വെച്ചിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ഉള്ളിലെ പതർച്ച അവൾ മറച്ചു പിടിച്ചു. അതല്ലേ ഞാനും ചോദിച്ചത്. അവൻ കണ്ണുരുട്ടി. സീത മുഖം കുനിച്ചു. എൻ്റെ ആരായി കാത്തിരിക്കുന്നാ പറഞ്ഞത്? സീതയുടെ മുഖം പിടിച്ചുയർത്തി കണ്ണൻ ചോദിച്ചു. അവൾ കള്ളത്തരം ചെയ്തതുപോലെ കണ്ണിറുക്കി നാവ് കടിച്ചുകൊണ്ടവനെ നോക്കി. മിസ്സായിപ്പോയി. കണ്ണൻ അതേ ഇരിപ്പിൽ താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്ത്? അല്ല, ഒരു ഭർത്താവിൻ്റെ റോൾ എനിക്കും ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം മിസ്സായി പോയില്ലേ? അവൻ അവളെ നോക്കി ചുണ്ടു ചുളുക്കി. ഉള്ളിലെ വിഷമങ്ങൾ എല്ലാം മറന്നതുപോലെ സീത ഉറക്കെ ചിരിച്ചുപോയി അവൻ്റെ ആ ഭാവത്തിൽ. പെട്ടെന്ന് തന്നെ കണ്ണൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടക്കയിലേക്ക് വീണു. കണ്ണേട്ടാ! സ്വിച്ചിട്ടതുപോലെ അവളുടെ ചിരി നിന്നു. പകരം മുഖത്ത് നിറയെ വെപ്രാളം നിറഞ്ഞു. അവൾ എഴുന്നേൽക്കും മുന്നേ കണ്ണൻ അവൾക്ക് മേലെ കൈകുത്തി നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും. കണ്ണൻ്റെ സ്വരം ആർദ്രമായി. പതിയെ അവൻ സീതയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. എനിക്കും, സീത വിറയലോടെ പറഞ്ഞു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. സീത പിടഞ്ഞുകൊണ്ടവനെ ഇറുക്കി പിടിച്ചു. എൻ്റെയാണ്. അവൻ വീണ്ടും വീണ്ടും മന്ത്രിച്ചു. ഒരൊറ്റ മറിച്ചിൽ കൊണ്ട് സീത അവൻ്റെ നെഞ്ചിലെത്തി. പെട്ടെന്ന് വരും. അവളെ തന്നോട് അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും അവൻ പറഞ്ഞു. ഞാൻ കാത്തിരിക്കും. അവളും അവനിലേക്ക് ചേർന്ന് കിടന്നു. മോൾക്ക് ഇനിയും ഒരു തീരുമാനമെടുക്കാനായില്ലേ? വരദ പാറുവിനെ അലിവോടെ നോക്കി. അവൾ തല കുനിച്ചു. എനിക്ക് പഴയതൊന്നും മറക്കാനാവുന്നില്ല, അവൾ പതിയെ പറഞ്ഞു. അതുതന്നെയാണ് പാറു ഹരിയുടെയും പ്രശ്നം. അമ്മയൊന്ന് പറയോ ഹരിയേട്ടനോട്? അവനൊരു നല്ല ജീവിതമുള്ളത് വെറുതെ നശിപ്പിച്ച് കളയരുതെന്ന്. പാർവതിയുടെ സ്വരം വീണ്ടും നേർത്തുപോയി. അമ്മയത് ആവശ്യപ്പെട്ടാലും ഹരിയത് അനുസരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? വരദ ചിരിയോടെ അവളെ നോക്കി. പാർവതി ഒന്നും പറയാതെ നിന്നു. അവൻ്റെ ഹൃദയം മുഴുവനും തനിക്ക് മുന്നിൽ യാതൊരു മറയുമില്ലാതെ തുറന്നു കാണിച്ചതാണ്. മറക്കാൻ പോയിട്ട് അങ്ങനെ അഭിനയിക്കാൻ കൂടി വയ്യെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവനാണ്. നിന്റെ ജീവിതം തീർന്നു പോയെന്നുള്ള ചിന്തയുണ്ടല്ലോ, അതാദ്യം നീ ഒഴിവാക്ക് പാറു. ഹരിയുടെ ജീവിതവും ജീവനും നിന്നിലാണ്. നിന്നെ ഉപേക്ഷിച്ച് കളയുമ്പോഴല്ല, നിനക്കൊപ്പം ചേരുമ്പോഴാണ് അവനൊരു നല്ല ജീവിതം കിട്ടുന്നത്. വരദ എഴുന്നേറ്റ് വന്നിട്ട് പാറുവിൻ്റെ കൈ പിടിച്ചു. മോള് നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്ക്. എൻ്റെ മകനൊപ്പം നിന്നെയും ലല്ലമോളെയും സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാണ്.
വരദ പാർവിൻ്റെ കവിളിൽ തലോടി. അവൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. അമ്മ ഇനി പിന്നെ വരാം, പോട്ടെ. അവരുടെ കൂടെ പാർവതിയും മുറ്റത്തേക്കിറങ്ങി. ലല്ലമോള് അമ്മമ്മയുടെ കൂടെ വരുന്നുണ്ടോ? മുറ്റത്തിരുന്ന് കളിക്കുന്ന ലല്ലമോളുടെ അരികിൽ ചെന്നിട്ട് വരദ ചോദിച്ചു. അവൾ പാറുവിനെ നോക്കി. ഹരിയങ്കിള് കാത്തിരിപ്പുണ്ട്. വീണ്ടും വരദ പറയുമ്പോൾ ആ കുഞ്ഞി കണ്ണുകൾ തിളങ്ങി. പൊയ്ക്കോട്ടെ അമ്മേ, അവൾ പാർവിനോട് വിളിച്ചു ചോദിച്ചു. ഇന്നിപ്പോൾ നേരം വൈകി, ഇനി പിന്നൊരിക്കൽ പോവാം. പാർവതി ചിരിയോടെ അവളെ നോക്കി. പിന്നെ വരാം, ലല്ലു വരദയെ നോക്കി പറഞ്ഞു. അമ്മമ്മ നോക്കിയിരിക്കും കേട്ടോ. അവരാ കുഞ്ഞിക്കവളിൽ ചുണ്ട് ചേർക്കുന്നത് നോക്കി പാർവതി വിങ്ങലോടെ നിന്നുപോയി. പോയിട്ട് പെട്ടെന്നിങ്ങ് വരണം, മുത്തശ്ശി കണ്ണൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. കലങ്ങി ചുവന്ന കണ്ണോടെ അവൻ തലയാട്ടി. പറയാനറിയാത്തൊരു സങ്കടം ശ്വാസം മുട്ടിക്കുന്നു. ഒരാഴ്ച കൊണ്ട് തിരികെ വരാമെന്ന് മനസ്സിനെ നിരന്തരം ഓർമ്മിപ്പിച്ചിട്ടും പോവണമെന്ന് തീരുമാനമെടുത്ത നിമിഷം തൊട്ട് കാരണമറിയാത്തൊരു വിങ്ങൽ. സങ്കടപ്പെടേണ്ട കണ്ണ, ധൈര്യമായിട്ട് പോയിട്ട് വാ, അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. അവനൊന്നും മിണ്ടാനാകുന്നില്ല. മേശയുടെ അരികിൽ ചേർന്ന് നിൽക്കുന്ന സീത ശ്വാസം പോലും വിടാനാവാതെ പിടയുന്നതും അവൻ അറിയുന്നുണ്ട്. പോട്ടെ. കണ്ണൻ മുത്തശ്ശിയിൽ നിന്നും വേർപെട്ടുകൊണ്ട് നിവർന്നു നിന്നു. കണ്ണൻ സീതയെ നോക്കി. വാ. അവനാ കൈകൾ പിടിച്ചിട്ട് പുറത്തേക്ക് നടന്നു. നിന്നോട് ഞാൻ യാത്ര പറയുന്നില്ല, അതെനിക്കാവില്ല. കാരണം എൻ്റെ മനസ്സിവിടെ നിന്നോടൊപ്പം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവൻ്റെ കൈകൾ അവിടെ തോളിൽ മുറുകി. സൂക്ഷിക്കണം, നീയില്ലെങ്കിൽ ഞാനും ഉണ്ടാകില്ല. അത്രമാത്രം നീ എന്നിൽ വേരോടിയിരിക്കുന്നു. തിരികെ വരുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ വേണം എൻ്റെ ജീവൻ. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ഒരക്ഷരം മിണ്ടിയാൽ കരഞ്ഞു പോകുമെന്ന് ഭയമുള്ളതുകൊണ്ട് സീത നേർത്തൊരു ചിരിയോടെ അവനെ നോക്കി. ഒരിക്കൽ കൂടി നെറ്റിയിൽ ചുണ്ട് ചേർത്തിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവൾ ആ ചൂരിലേക്ക് ആശ്രയമറ്റതുപോലെ ചാരി.